ഹലോ. അപ്പം നമ്മൾ മേടിച്ച ചെമ്മീനാണ്. നമുക്ക് ഇന്നും ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇത് നന്നാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, എനിക്കറിയാവും പോലെ മാത്രം. ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ തലയും കൂടി വെച്ചിട്ടുള്ളൊരു നന്നാക്കണ രീതിയുണ്ട്. അത് ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. കുറച്ചും കൂടി വലിയ ചെമ്മീൻ കിട്ടിയിട്ട് വേണമെന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തല ഒടിച്ച് കളയുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഉടുപ്പ് ഊരിക്കളയുക. പിന്നെ ഇതിനകത്തൊരു സൈസ് ഇങ്ങനത്തെ ഒരു നിരം പോലത്തെ സാധനമുണ്ട്, അത് ഊരിക്കളയുക. അത് നമ്മൾ താഴത്തെ വശത്തുണ്ട് മുകളിലും ഉണ്ട്, അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് ഊരിക്കളയണം. ഇതേപോലെ ഈ ചട്ടിയിൽ കിടക്കുന്ന എല്ലാ ചെമ്മീനും ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ മനസ്സിലായില്ല എങ്ങനെ വൃത്തിയാക്കേണ്ടത്. നമ്മളിപ്പോൾ 2x ഇട്ടേക്കണാണ്. ഇച്ചിരി പണിപ്പെടും, ഇച്ചിരി പാടുപെടും, ഇച്ചിരി സമയം കൊടുക്കും. അപ്പോഴത്തേക്ക് ഇങ്ങനെയായിട്ട് കിട്ടും. നന്നാക്കി വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. തലയും ഉടുപ്പും പോയി കഴിഞ്ഞാൽ പിന്നെ ചെമ്മീനില്ല, എന്ത് ചെയ്യാനാ. ഉപ്പ് വെള്ളത്തിൽ കിടന്ന ചെമ്മീന് പിന്നെയും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് അങ്ങോട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. അങ്ങനെ ചെമ്മീൻ നല്ല വൃത്തിയാക്കി വെളുപ്പാക്കി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിയാം. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കണ്ടുപിടിച്ച സാധനമാണ് ഈ സാധനം. പിന്നെ എന്തായിട്ട് അരിയണമെങ്കിലും കത്തിയുടെ കുഞ്ഞൊരാവശ്യമുണ്ട്. അപ്പോൾ കത്തിയും കൊണ്ട് ഇച്ചിരി ചെറുതാക്കി മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പണ്ടിങ്ങനെ വള്ളി വെച്ചിട്ട് വലിക്കണ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വള്ളി പൊട്ടിപ്പോയോടുകൂടി അതിൻ്റെ പണിപ്പാട് തീർന്നു. ഇത് പുതിയൊരു ടെക്നിക്കാണ്. ഇത് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്യണ സാധനമാണ്. ഇങ്ങനെ കിച്ചിക്ക് എന്ന് കാണിക്കണം. അതിന് മുമ്പ് ഇതിനകത്ത് ലോക്കും അൺലോക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അനങ്ങില്ല. എന്നിട്ട് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുലുക്കിയൊക്കെ സെറ്റ് ചെയ്ത് സ്പേസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ശരിയോ. ഒത്തിരി ഒന്നും ഇടാൻ പറ്റില്ല എന്നുള്ളൂ. ഇച്ചിരി വെച്ച് സമയം കൊടുത്ത് ചെയ്യാം. എന്നാലും കരുകുരുവെന്ന് അരിഞ്ഞെടുക്കണ അത്രയും പറ്റില്ലല്ലോ. കത്തി കൊണ്ട് അരിയാൻ അറിയാവുന്നവർ ഇതിലും സൂപ്പറായിട്ടൊക്കെ അരിഞ്ഞെടുക്കും. പിന്നെ കുറച്ച് സമയവും ക്ഷമയും അത് രണ്ടും എനിക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ സംഭവിക്കുന്നത്. നല്ല ഉള്ളിയാണോ കൊള്ളാത്ത ഉള്ളിയാണോ എന്ന് നോക്കിയില്ല, എല്ലാം തൊണ്ട് വിളിച്ചാൽ ഇനി അതിന് സങ്കടം വേണ്ടല്ലോ വെച്ചാൽ എല്ലാം അതിനകത്തിട്ട് കരുകുരുന്നാക്കി എടുക്കാൻ പാകത്തിനാക്കി എടുത്തു. കാണുന്നില്ലേ നിങ്ങൾ എൻ്റെ പ്രയത്നം. ഇനി നമ്മൾ വെളുപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് അധികം മഞ്ഞൾപ്പൊടി, കുറച്ച് മീൻ മസാല, പിന്നെ കുറച്ച് ഉപ്പ്, എല്ലാ സാധനങ്ങളും അങ്ങോട്ട് വിതറുക. ഇനി കുറച്ച് കറിവേപ്പില ഇടുക. നല്ല പോലെ അങ്ങ് തിരുമ്മി എല്ലാ വെളുത്തതിനെയും ചുവപ്പ് കളറാക്കിയിട്ട് അങ്ങോട്ട് ഉരുട്ടി നിരത്തി വെക്കാം. തേങ്ങ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. കുലുക്കി മേടിക്കണമെന്ന് പറഞ്ഞു. ഒരെണ്ണം ചെറുതായിട്ടാണ് കുലുങ്ങണോളെന്ന് പറഞ്ഞു. ഞാൻ എടുത്തോളാനും പറഞ്ഞു. അങ്ങനെ കുലുങ്ങി കിട്ടിയ തേങ്ങയാണ് ഇപ്പോൾ ആദ്യം കണ്ടത്. ഇതാണെങ്കിൽ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ചെയ്യണ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് തേങ്ങ കൊത്താണല്ലോ വേണ്ടത്. തേങ്ങ ചതയ്ക്കാനാണെങ്കിലും അരയ്ക്കാനാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി നമ്മളുടെ ചെമ്മീൻ വറുത്തെടുക്കാം. ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് മീൻ പൊരിക്കണതൊക്കെ ഇടുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പണ്ടൊരു തവണ പറഞ്ഞിട്ടില്ലേ, മീനിൻ്റെ കണ്ണ് കഴുത്തിൽ പൊട്ടിത്തെറിച്ചായിരിക്കും. അതിൽ പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി അടുത്തേക്ക് പോകാറില്ല. ആ എണ്ണയിലേക്ക് ഈ ചെമ്മീൻ്റെ വെള്ളം ഫുള്ള് ഇറങ്ങി. നമുക്ക് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത്രയും ഇത് ആയത് ഇങ്ങനത്തെ ഒരു ചട്ടി, ഈ ഒരു ചട്ടി ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഈ സെറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ മസാലകളൊക്കെ ഇങ്ങനെ ഇളകി ഇതിനകത്ത് തന്നെ പഠിച്ചിരിക്കുകയാണ്. ഇതിനകത്തൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് ചുരുണ്ടൊന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. കണ്ടോ, എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങയും മറ്റു സാധനങ്ങളും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഇത് കിട്ടും കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരട്ടെ. നേരമായി നീ ഒരുങ്ങിയോ, നീ വരില്ലയോ, നീ ഒരുങ്ങിയോ, എങ്ങനെ കാണാനുള്ള ലിറിക്സ്. ഞാൻ എന്തായാലും ചെമ്മീൻ്റെ ഇത് റെഡിയായോന്നാണ് ചോദിച്ചത്. റെഡിയായില്ല, കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് പറയാൻ എണ്ണയിൽ കിടന്ന് മുരിയുന്ന സാധനത്തിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം നോക്കി കണ്ടറിഞ്ഞൊക്കെ ചെയ്യണം. നമ്മൾ അരി വെച്ചിട്ടാണ് ഉള്ളി വെച്ച് കൊടുക്കാവും. നമ്മൾ
കൊള്ളാം. നമുക്ക് റെഡിയാണ്. ഈ ഉള്ളിയൊക്കെ നമ്മൾ അരിയുടെ അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് ആരോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ ആണ് അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ രുചി മാറും. അതുകൊണ്ട് പ്രത്യേകിച്ച് സവാളയുടെ അതൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ കയറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചട്ടിക്ക് മുട്ടും തട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഉണക്കമുളകും സവാളയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ കൂടി വഴണ്ട് വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇച്ചിരി തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മൂട്ടി വയ്ക്കാതെ ഇങ്ങനെ ഒന്ന് വേവിച്ചിങ്ങനെ കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും ശരിക്കും എനിക്കറിയില്ല. പിന്നെ നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നു, നമുക്ക് എന്താണോ രുചി അതാണ് അതിൻ്റെ ഒരു റെസിപ്പി എന്നാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചേക്കണത്. അല്ല എന്ന് വെച്ചാൽ എല്ലാത്തിനും അങ്ങനെയല്ല, അല്ലാത്ത സംഭവങ്ങളും ഉണ്ട്. നമുക്കറിയില്ലാത്തതിന് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കണമല്ലോ. നമ്മുടെ ചെമ്മീൻ വറ്റ ചെമ്മീൻ കൊടുക്കാം. ഓക്കേ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തിക്കി ഇങ്ങനെ സൈഡിലോട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എണ്ണ കുറച്ചിങ്ങനെ നടുക്കിലോട്ട് ഇറങ്ങി വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും അതൊന്ന് സൈഡിലേക്ക് മൊത്തം നീക്കി വയ്ക്കുക. പിന്നെ നമുക്ക് കുറച്ച് ലേശം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈഡ് ഒരു കുഞ്ഞു മസാല ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി കത്ത് പിടിച്ച് കരിഞ്ഞ് പണ്ടാരടങ്ങണേക്കാളും നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുകയാണ്. കുരുമുളക് പൊടി മിക്സിങ് ആണ്, അതും കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ കുരുമുളക് പൊടി തീർന്നായിരുന്നു, അതുകൊണ്ട് അതിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ടു. ഇനി മൊത്തം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പച്ചമുളകൊക്കെ മുളക് പൊടിയുടെ മാറി ഒന്ന് വഴണ്ട് വന്നപ്പോൾ ബാക്കി ഉണ്ടാകുന്ന സവാളയും സംഭവം എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. നമുക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേക്കണം ചെമ്മീനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെമ്മീൻ ഇട്ട് കൊടുത്തു. പറഞ്ഞല്ലോ നമ്മളൊരു കുഞ്ഞി ഗ്രേവിയാണ് ഉദ്ദേശിച്ചത്, അപ്പോൾ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം വറ്റാനായിട്ട് കാത്തിരിക്കുക. ഈ വെള്ളം വറ്റി കുറച്ച് എണ്ണ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് പോലത്തെ സാധനമില്ലേ, ഇത് റെഡിയാവുന്നതായിരിക്കും. ഇതെല്ലാം കൂടി ഒന്നും കൂടി കൈവിടാതെ അങ്ങ് ഇളക്കി നന്നായി ഇളക്കി അങ്ങ് യോജിപ്പിച്ച് വയ്ക്കുക. നല്ലപോലെ തിള വരും. അങ്ങനെ നല്ല പോലെ തിളച്ച് കൃത്യമായിട്ടൊരുവിധം വറ്റി വരണ്ട പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് കുറുകിയൊരു പാകത്തിലേക്ക് വരും. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ കുറുക്കിയെടുക്കാം. അങ്ങനെ കുറുകി നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒത്തിരി കുറുക്കണ്ട, ഈ ഒരു അളവാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചോറിനൊക്കെ കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പാകത്തിന്. കാരണം ഇച്ചിരി ചെമ്മീനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ചിങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 കണ്ണും ഒരു വായൊക്കെ വെച്ച് കൊടുത്തു തേങ്ങയുടെ പീസും കൊണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തിന്ന് നോക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം കൊടുത്ത് ഞാൻ തിന്ന് നോക്കി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി എരിവ് കൊള്ളാമെന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.